ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമ്മുടെ സത്യമായും ശാലിൻ്റെ എതിർത്തോടുള്ള ദേഷ്യത്തിൽ ശ്യാമിനെ ദേഷ്യത്തോടു കൂടി കയറ്റാൻ പറഞ്ഞ് കാർത്തികയും ശ്യാമിയും കാട്ടിൽ കയറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് രാഘവക്കുറുപ്പ് രോഹിത് വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ആ ശ്യാമ എവിടെ ചോദിക്കുമ്പോൾ അവൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് മോനെ, കാർത്തികനെയും കൊണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിനക്ക് അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോഴാണ് അറിയുന്നുണ്ട്. ആ മോൻ എന്തായിരുന്നു ഇത്രയും തിരക്ക്? അപ്പോൾ ഇവിടുത്തെ പുതിയ ബ്രാഞ്ചായിട്ട് കോഴിക്കോടിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ അച്ഛാ, അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് കുഴപ്പമില്ല, അവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാ മോനെ. ഇതിൽ അപ്പോൾ പറയും രോഹിത് പറയും, ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ ആ ഒരു നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാവുമല്ലോ അച്ഛാ, അത് ശരിയാണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവക്കുറുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിഷ്ണു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവും. കണ്ടു പടിയടാ, ഇത്രയും നാളായിട്ട് ഇത്രയും നാളായിട്ട് അത് അങ്ങനെ ഓരോന്ന് ചെയ്യണം തോന്നിയില്ലല്ലോ നിനക്ക്, ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ശരി നീ എപ്പോൾ വന്നു എന്നൊക്കെ രോഹിത്തിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നാൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് അപ്പോഴേക്കാണ് ദേഷ്യത്തോടു കൂടി സത്യമ്മ കാരണത്ത് നിന്ന് ശ്യാമിനെ ഇറങ്ങി നീ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുന്നില്ലേ ചോദിക്കും. അപ്പോൾ വരുവാണെന്ന് ശ്യാമ നല്ല പേടിച്ചിട്ടാട്ടോ ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോഴാണ് വരുവാണ് സത്യമ്മയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ പറയും ഇങ്ങനെ പറയും, ആ മോനെ അവരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് രാഘവക്കുറുപ്പ് പറയുക, എന്ത് ചെയ്യാനാ മോനെ, അവൻ കല്യാണം കഴിച്ചില്ലേ അതങ്ങനെ തന്നെ ചായരവർക്കല്ലേ 2 കല്യാണം കഴിച്ചവൻ്റെ, എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥയാണല്ലോ അങ്ങനെ കഴിക്കാൻ തോന്നുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേഷ്യത്തോടു കൂടി നീ എന്താ ശ്യാമി ഇവരുടെ വിശ്വാസം ഇല്ലാണ്ടാണോ? അതെ കാർത്തിക മോളെ ഇവൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടാലും ഇടും എന്ന് പറയുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മേന്ന് നീ വിളിക്കണ്ട, ഇനി നീ നിൻ്റെ ജീവിത അവസാനം വരെ നിൻ്റെ മരണം വരെ നീ ഇനി നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇവളവളുടെ കുഞ്ഞേച്ചിയും കൂട്ടി നിർത്തി ഇവളുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുമ്പോൾ രാഘവക്കുറുപ്പ് പറയും, എന്താ നീ നിനക്ക് ശ്യാമയെ നീ ഒന്ന് മിണ്ടാതിരിക്കുക പറയുമ്പോൾ മിണ്ടാതിരിക്കുക, ഇവൾ ചെയ്തതിനുള്ള ഇന്ന് പണിഷ്മെൻറ്റാണ് ഇവൾക്ക് ശിക്ഷ കൊടുക്കണം. ഇനി മുതൽ ഇവളുടെ വീട്ടിലേക്കും പോകാൻ പറ്റില്ല, ഇവളുടെ വീട്ടുകാരെയും കാണാൻ പറ്റില്ല, അതാണ് ഇവൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യമ്മ പറയുകയാണ് ചെയ്യുന്നത്. ആകെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്, ആകെ സങ്കടമായി ശ്യാമയ്ക്ക്. അപ്പോഴാണ് രോഹിത്തും ഇതെന്താണ് എന്നുള്ള അപ്പോഴാണ് പൊന്നി ഫുഡ് പാത്രം എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പപ്പിമോൾ ആദ്യം വരുന്നുണ്ടാവും. എനിക്ക് വേണ്ട പറഞ്ഞില്ലേ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊന്നിനോട് രോഹിത്ത് പറയും, വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ മോളെ നിർബന്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ പറയും അതല്ല മോനെ, മോൾക്ക് കൊടുക്കാൻ നിന്നപ്പോൾ വാശിയിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ പറഞ്ഞാൽ പാത്രവും തട്ടിയിട്ടു പറയും. അപ്പോഴാണ് പറയുക, എന്ത് പറ്റി നിനക്ക്, എൻ്റെ മോൾക്ക് എന്ത് പറ്റി, അച്ഛൻ വന്നിരിക്കണത് അതിനല്ലേ, എന്താ വേണ്ടത് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട. ശ്യാമയും ചോദിക്കും എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട. അതെന്താ മോൾക്ക് ഒന്നും വേണ്ടത്തെ, അച്ഛൻ വാങ്ങിച്ചു തരാമല്ലോ, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരണോ ചോദിക്കും. വേണ്ടാന്ന് പറയും. എല്ലാവരും ചോദിക്കും വേണ്ട പറയും. പിന്നെ എന്ത് പറ്റി, എനിക്ക് ആകെ ഒരു ഫ്രണ്ടല്ലേ ഉള്ളൂ, ആരാണ് സത്യൻ്റെ. അപ്പോൾ പറയും സത്യൻ്റെ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോകരുത്, അവളൊരു ബാഡ് ഗേളാണ്, അവൾ നല്ല കുട്ടിയല്ല, അവളുടെ കൂടെ കൂട്ടുകൂടരുതെന്നല്ലേ പറഞ്ഞതുകൊണ്ട് മാമ ഒച്ചയിടും. അപ്പോൾ പറയും അവൾ ബാഡ് ഗേളാണെങ്കിൽ ഞാനും ബാഡ് ഗേളാണ്, ഞാനും നല്ല കുട്ടിയല്ല പറയുമ്പോൾ നീ എന്തിനാ അവൾ ശ്യാമിനെ പോലെ കയർത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സത്യമ്മ ദേഷ്യപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും എന്താ, എനിക്ക് എൻ്റെ സത്യമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവളോട് മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാനും മിണ്ടില്ല പറയും. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറയും, നീ വിഷമിക്കണ്ട, നാളെ നിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലോ അച്ഛൻ വന്നത്, അപ്പോൾ അച്ഛനെയും കൂടെ വിഷമിപ്പിക്കാനാണോ പറയുമ്പോഴാണ് സത്യമല്ല നമ്മുടെ സത്യമ്മ പറയും, ഇനി എന്താണെങ്കിലും ബർത്ത്ഡേ ആണോ എന്നാൽ നാളെ അതാണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയാം ബർത്ത്ഡേ അല്ലേ അപ്പോൾ ആഘോഷിക്കണം പറയുമ്പോൾ സത്യനെ വിളിക്കണം പറയുമ്പോൾ സത്യമ്മ പറയും, നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ അവളെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇല്ല എനിക്കെന്നാൽ ഞാൻ ഇനിയും മിണ്ടില്ല, എല്ലാവരോടും പിണക്കുക പറയുമ്പോൾ ശരി ബർത്ത്ഡേ ആയിട്ട് നീ എന്താ നിന്നെ കുട്ടിനെയും കൂടെ ഒരു വിലയില്ലാത്ത പോലെക്കാണെങ്കിൽ നിനക്ക് കുട്ടീനെ ആരും ഇഷ്ടമില്ല എന്നൊക്കെ ചോദിക്കുമ്പം രാഘവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് പിന്നെ കുട്ടീനെ ഇഷ്ടമല്ലാണ്ട് പിന്നെ ഇങ്ങനെയുള്ള തരത്തിൽ കുട്ടീൻ്റെ താല്പര്യം അല്ലാണ്ട് ശരി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ സത്യനെ വിളിക്കുമ്പോൾ സത്യൻ്റെ ഫോൺ ഓഫായിരിക്കും. എന്താ മോളെ എന്താ പറയണത് എന്ന് പറഞ്ഞിട്ട് രാഘവക്കുറുപ്പും വിഷ്ണുവും ചോദിക്കും. പറയാൻ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. സ്വിച്ച് ഓഫ്, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീട്ടിൽ പോയി വിളിക്കാമെന്ന് പറയുമ്പോൾ സത്യമ്മയ്ക്ക് നല്ല ദേഷ്യം വരും. സത്യമ്മ പറയും, വീട്ടിൽ പോയിട്ട് ഒരു നായ്ക്കുട്ടിനെ പോലും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവിടെ നിന്ന് ഒറ്റ ആളും വീട്ടിലേക്ക് കയറി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
എന്താണ് സത്യം പറയണം. അപ്പോൾ നമ്മുടെ പപ്പിക്ക് ഒന്നുകൂടി വിഷമമാവും. പപ്പി പറയും ഇല്ല ബർത്ത്ഡേക്ക് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പപ്പിക്ക് സങ്കടമാവും. അപ്പോൾ വിഷ്ണു മനസ്സിലായി അയ്യോ എന്ത് പറ്റിയാവോ ഫോൺ ഓഫാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ ഇഷ്ടം ആരും എതിർക്കണ്ട. കുട്ടീൻ്റെ ഇഷ്ടം നാളത്തെ ഇഷ്ടം കുട്ടീൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിൽ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൽ നമ്മൾ സെലിബ്രേഷൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് നമ്മൾ ആരും എതിര് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഘവക്കുറുപ്പ് പറയുകയാണ് ചെയ്യുന്നത്. ശ്യാമയ്ക്കാണെങ്കിലും രാഘവക്കുറുപ്പ് അങ്ങനെ പറയുമ്പോൾ സന്തോഷമാകും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ വിളിക്കുമോ അതല്ലാതെ ഇനിയിപ്പം നമ്മുടെ വിഷ്ണു ഇനി ഫോൺ കൊടുത്തിട്ട് ശാലിനി നമ്പറിലേക്ക് വിളിച്ചിട്ട് സത്യേൻ്റെ കൊണ്ട് സംസാരിക്കാൻ പപ്പീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബർത്ത്ഡേ വിളിക്കുക. കാരണം ഇനിയിപ്പോൾ നാളത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ സത്യമോളുടെയും ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ അതും ഇനി ആഘോഷിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി സത്യങ്ങൾ ഇനിയിപ്പോൾ വിഷ്ണു ഇനി ഓരോന്ന് കാരണം ഡൗട്ടുകൾ വരുമല്ലോ. ഞാനിപ്പോൾ ഇവളുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് അവളുടെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്താ ഇവർ ഇങ്ങനെ പറയാതെ നിൽക്കുന്നത് എന്നൊക്കെ കരുതുമോ എന്നുള്ളത് എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. നാളെ എന്താണെങ്കിലും ഫോൺ വിളിക്കുമോ അതുപോലെ പപ്പിമോള് ഇനി സത്യമോളെ വിളിക്കുമോ ബർത്ത്ഡേ സെലിബ്രേഷന് ഇനി ശാലിനിയും എല്ലാവരും എത്തുമെന്ന്. കാരണം സ്വന്തം മോളാണല്ലോ. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് അമ്മയ്ക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ സത്യമ്മ ഇതിന് നിൽക്കുമോ എന്നുള്ളതൊക്കെ നാളെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനിടയിൽ ഇനി മധുശ്രീ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ളത് ഇനിയിപ്പോൾ ഹർഷൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇനി ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് എന്താണെങ്കിൽ ഞാൻ ഫുൾ റിവ്യൂ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.